എന്നെ ഏറ്റവും കൂടെ സന്തോഷിപ്പിക്കുന്ന വാക്ക് എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ 6:33 മത്തായിയുടെ സുവിശേഷം. എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ എന്ന് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആർക്കറിയാവുന്നതാണ്? സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. ഈശോയ്ക്ക് മാത്രമല്ല കേട്ടോ. ഞാൻ എപ്പോഴും അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ക്രൂസിനോടൊക്കെ പറയും, ഇത് അമ്മ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമൊന്നുമല്ല. അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടാണ്, ഈശോയോട് കൺസൾട്ട് ചെയ്തിട്ടും അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടുമാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? ഒരു കൊന്തയും പിടിച്ചോണ്ടോ കൊച്ചിനെയും പിടിച്ചോണ്ടൊന്നും അല്ല വന്നിരിക്കണത്. സീരിയസ് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, മനുഷ്യരാശിയോട് സംസാരിക്കണത്, അത് കാണിക്കണത് കാലത്തെ നെഞ്ചിൽ ചാർത്തിക്കൊണ്ടാണ് കാണിക്കണത്. അപ്പോൾ ഇതൊരു സീരിയസ് ആണ് സഭ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം കൈമാറിക്കൊണ്ടേയിരിക്കണം. എന്താ കാര്യം? അതുപോലെ തന്നെ കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാവുന്നവൻ. അപ്പം പിതാവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ IELTS, നമ്മുടെ കാനഡയും, നമ്മളുടെ ലോണും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്, അതൊക്കെ അതിൽ രക്ഷപ്പെടട്ടെ നമുക്ക്. അതായത് എന്തെങ്കിലും കളവും വരെയായിട്ട് നടന്നൊരു കാര്യമുണ്ടോ? മര്യാദയ്ക്ക് ജീവിക്കണ്ടേ? ദൈവത്തിൻ്റെ മക്കളല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിനെ പോലെ മാന്യമായിട്ടൂടെ ജീവിക്കണം. പിന്നെ അതിൻ്റെ അകത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്നതിൽ ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നം നല്ല ആത്മാവല്ലെന്നാ ഉള്ളത്. ഈ മാന്യമായിട്ട് ജീവിക്കുന്നില്ലേ, പക്ഷെ അതായത് ഈ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭൗതികമായ ആനുകൂല്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ അപ്ഡേഷൻസൊക്കെ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഈഗോയും അതിൻ്റെ കൂടെ അങ്ങ് വളരുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെക്കാൾ നമ്മൾ കേവന്മാരാണെന്ന് അവിടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാവില്ല, ചില സ്നേഹം പോലും അമിതമായ സ്നേഹമെന്ന് പറയണത് അമിതമായ അധികാരമാണ്. അതാണ് വിഷയം. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ്. നമ്മൾക്ക് ഒരു കാര്യത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് ദൈവത്തോട് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ച് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം അതാണ്. പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്യാത്ത കാരണം ആത്മീയ അപകടം അതിലുള്ളത് കൊണ്ടാണ്. കാര്യം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക. പള്ളി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? പള്ളി എത്രയും വേഗം പള്ളി അവസാനിപ്പിച്ചിട്ട് സിമിത്തേരി പോയി ആണും പെണ്ണും കൂടി കൊച്ചിൻ്റെ ചവിട്ടിരുന്നുകൊണ്ട് അമ്മേനെ ചത്തവൻ്റെ കുറിച്ച് ചാരിന്നുകൊണ്ട് സംസാരിക്കും. അതാണ് പ്രശ്നം. എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലത്ത് ദൈവത്തിന് കൊടുക്കാതെ നിങ്ങളുടെ ബോഡി മാംസമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നിങ്ങൾ ഡീപ്രമോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ വരാം, അവളിങ്ങനെ കമന്ന് കിടന്നുകൊണ്ട് മൊബൈൽ വെച്ചുകൊണ്ട് ചോറുണ്ടാ കുളിച്ചാൽ അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാതല്ലോ അതും ചോദിക്കണത് ഇത് തന്നെയാണ് കുളിച്ചാന്ന്. അവനടുത്ത് വരുമ്പോൾ ഇവക്ക് മണമായിരിക്കും, അതുകൊണ്ടാണ് കുളിച്ചാന്ന് ചോദിക്കണത്. എന്ത് വേണ്ട. അപ്പോൾ ഇതൊക്കെ ഈ പ്രാർത്ഥനയുടെ ദൈവത്തോട് സംസാരിക്കേണ്ട സമയത്ത് ഇവള് കുളിച്ചിട്ട് തന്നെ വർഷങ്ങളായി. എന്നിട്ട് അവൻ കുളിച്ചാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായ ഈ പ്രേമത്തിൻ്റെ സംഭവം ബാക്ടീരിയ വൈറസ് തലക്കടിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഫോബിയ ഉണ്ടാവും. ഈ പേപ്പട്ടിയുടെ തലയിൽ വൈറസ് കയറി കഴിഞ്ഞാൽ വെള്ളം കണ്ട അറച്ചറച്ച് മാറും. അതുപോലെ അറ്റാച്ച്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന കാണുമ്പോൾ അറച്ചറച്ച് മാറും. അതാണ് വിഷയം. അതുകൊണ്ടാണ് ആ മര്യാദയ്ക്ക് ജീവിക്ക്, ഒരു ജോലിക്ക് കിട്ടട്ടെ, സ്വന്തം കാലം നിൽക്കാനാകട്ടെ, അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവഹിതമാണെന്ന് കണ്ടാൽ നിങ്ങൾ ഞാനിത് സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല, ബൈബിൾ പറയണില്ല, പിന്നെ ഞാൻ എന്താ പറയണത്. പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ട് ഈ അഭ്യാസത്തിന് പോകരുത്. നിങ്ങൾക്കത് നട്ടക്കച്ചവടമായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം നമുക്ക് ദൈവത്തെ മറക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ പിന്നെ മാതാപിതാക്കന്മാരുമായിട്ട് കലഹിക്കേണ്ടി വരും. അവിടെ സമാധാനം കളയും. അതാണ് വിഷയം. അവിടെ
നമ്മൾക്ക് സമാധാനം ഉണ്ടാക്കി തന്ന മാതാപിതാക്കന്മാരുടെ സമാധാനം കളഞ്ഞിട്ട് നിനക്ക് മാത്രം സൂചിച്ചാലേ ആ സമാധാനത്തിന് എത്ര ആയുസ്സുണ്ടാകും? ഈ ഒരു നടക്ക് ഈ സംഭവം പോകത്തില്ല. അതുകൊണ്ടാണ് സംഭവം. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഈ ആൾക്കാരുടെ എല്ലാം, ഞാൻ 10,000-20,000 പ്രേമക്കേസ് എടുത്തിട്ടുണ്ട്. ഈ അണ്ണന്മാരുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാദ്യം മറക്കണത് ദൈവത്തെ, പിന്നെ മറക്കണത് അത് ഒരാളെ ഒരു കക്ഷിയെ കിട്ടാക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? കർത്താവ് പറയും എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അപ്പം ഈ പെണ്ണിനെ അടിച്ച് മാറ്റിയിരിക്കണത് ആണിനെ അടിച്ച് മാറ്റിയിരിക്കണത് കർത്താവിനോട് ആലോചിക്കാതെയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് രാവിലെ ഒരുത്തിനെ സ്നേഹിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരുത്തിനെ സ്നേഹിക്കും, വൈകുന്നേരം ഒരുത്തിനെ, ഈ 3 പേരും കൂടി ഒരുമിച്ച് കണ്ടെത്തുന്ന കാര്യത്തിൽ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. എന്താ? ചിതറിപ്പോയി. എത്ര ഡൈവേഴ്സുകൾ ഉണ്ടായിരിക്കണത് ഈ ചിതറിപ്പോയതാണ് കാര്യം. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറേഞ്ച്ഡ് പേരും പറ്റിയ മഹത്വമൊന്നും പറയണില്ല. ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്നേഹം വിശുദ്ധമാകണം. നല്ല ആത്മാവെന്ന് പറയണില്ലേ? നല്ല ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തെ കക്ഷി ചേർക്കണം. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവെന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം നല്ല ആത്മാവെന്ന് പറയണത്? ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ നല്ല ആത്മാവുള്ളൂ. ബാക്കിയെല്ലാം ആത്മാവിൽ ദൈവത്തേക്കാൾ പ്രാധാന്യം സ്വന്തമായ താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കുമായിരിക്കും. അത് നല്ല ആത്മാവല്ല. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ദിസ് വേൾഡ്. ദൈവത്തെ അറ്റാച്ച് ചെയ്യുമ്പോൾ, ദൈവത്തോട് അറ്റാച്ച് ചെയ്യാത്ത കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നന്മ പോകും. അതുകൊണ്ടാണ് ദൈവം മാത്രമേ നല്ലവനുള്ള ഈശോ പറയത്തില്ലേ?